1990കളുടെ തുടക്കത്തിൽ ആധുനിക ബുദ്ധിശക്തിയുടെ പാരമ്യതയായ കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകൾക്ക് തീവ്രമായ ജോലികൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള വലിയ പോരായ്മയുണ്ടായിരുന്നു. ഈ പ്രശ്നം ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. സിനിമ, മെഡിക്കൽ ഇമേജിംഗ്, ശാസ്ത്രീയമായ ഗവേഷണം തുടങ്ങിയ വ്യവസായങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. കമ്പ്യൂട്ടറുകൾക്ക് തികച്ചും പുതിയ തരത്തിലുള്ള പ്രോസസ്സറുകൾ ആവശ്യമാണ്. എന്നിരുന്നാലും അക്കാലത്ത് അത്തരമൊരു ഉപകരണത്തിൻ്റെ ആശയം അസാധ്യമായിട്ടാണ് തോന്നിയിരുന്നത്. ഇവിടെയാണ് എൻവിഡിയ എന്ന അമേരിക്കൻ കമ്പനി കടന്നു വരുന്നത്. എൻവിഡിയയുടെ കഥ ഒരു കമ്പനിയുടെ കഥ മാത്രമല്ല, മനുഷ്യൻ്റെ ബുദ്ധിശക്തി, പ്രതിരോധശേഷി, വലിയ സ്വപ്നം കാണാനുള്ള ധൈര്യം എന്നിവയുടെ ഒരു ആധുനികമായിട്ടുള്ള ഉപമ കൂടിയാണ്. GPU അഥവാ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റിനെ നമ്മൾ ആദ്യം പരിചയപ്പെടണം. എങ്കിൽ മാത്രമേ എൻവിഡിയയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. നിങ്ങളുടെ കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു മിടുക്കനായ ചിത്രകാരനുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈയൊരു ചിത്രകാരനാണ് സത്യത്തിൽ GPU. കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന എല്ലാ ചിത്രങ്ങളും, വീഡിയോകളും, അനിമേഷനുകളും സൃഷ്ടിക്കാനും പ്രദർശിപ്പിക്കാനും GPUവിന് ഉത്തരവാദിത്വമുണ്ട്. ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞാൽ, കമ്പ്യൂട്ടറിൻ്റെ പ്രധാന പ്രോസസ്സറായ CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് സിസ്റ്റം ഒരു മിടുക്കനായ കണക്കുകൂട്ടൽ വിദഗ്ധനെ പോലെയാണ്. അതിന് സങ്കീർണമായ കണക്കുകൾ വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു സമയം ഒരു കാര്യം മാത്രമേ അതിന് ചെയ്യാൻ കഴിയൂ. പക്ഷേ GPU ഒരു മൾട്ടി ടാസ്കിംഗ് കലാകാരനെ പോലെയാണ്. അതിന് ഒരേ സമയം ആയിരക്കണക്കിന് ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും നിറങ്ങൾ ചേർക്കുന്നതിനും അതുപോലെ തന്നെ വീഡിയോകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ക്വാളിറ്റി വരുത്തുന്നതിനുമൊക്കെ തന്നെ വളരെ വേഗത്തിൽ GPUവിന് കമ്പ്യൂട്ടറിനെ സഹായിക്കാൻ കഴിയും. കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ CPU ഒരു പുസ്തകത്തിലെ ഓരോ വാക്കും തുടർച്ചയായി വായിക്കുന്നത് പോലെയാണ്. അതേസമയം GPU ഒരു മുഴുവൻ പേജ് ഒരേ സമയം ഒറ്റ നോട്ടത്തിൽ വായിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ ചിത്രവും ഉള്ളടക്കവും തൽക്ഷണം മനസ്സിലാക്കുകയും ചെയ്യുന്നത് പോലെയാണ്. ആയിരക്കണക്കിന് കഷ്ണങ്ങളുള്ള ഒരു സങ്കീർണമായ പസിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ഓരോ കഷ്ണവും പ്രത്യേകം പരിശോധിച്ചിട്ട് അത് എവിടെ യോജിക്കുന്നുവെന്ന് കണ്ടെത്തി നമ്മൾ വയ്ക്കാൻ ശ്രമിച്ചാൽ പൂർണ്ണമായും ആ പസിൽ പൂർത്തിയാക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇതാണ് CPU ചെയ്യുന്നത്. എന്നാൽ GPU ആകട്ടെ ഒരേ സമയം എല്ലാ കഷ്ണങ്ങളെയും കാണാൻ കഴിവുള്ള ഒരു വ്യക്തിയെ പോലെയാണ്. അതിനാൽ ഏത് കഷ്ണം എവിടെ പോകുന്നുവെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും പസിൽ ഒരേ സമയം തന്നെ ഈ ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പരിഹരിക്കാനും കഴിയും. അതിമനോഹരമായ സ്വപ്നങ്ങളുള്ള ഒരു തായ്വാൻ കുടിയേറ്റക്കാരനായ ജെൻസൻ ഹുവാങ്ങിൻ്റെ കടന്നുവരവാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായി മാറുന്നത്. സഹസ്ഥാപകരായ ക്രിസ് മലാച്ചോവ്സ്കിയും കാർട്ടിസ് പ്രീമും ചേർന്ന് സമകാലിക കമ്പ്യൂട്ടറിൻ്റെ പരിമിതികളെ മറികടക്കാൻ ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് 1993 ഹുവാങ് എൻവിഡിയ എന്ന കമ്പനി സ്ഥാപിക്കുന്നു. CPUകളുടെ രേഖീയവും ഒറ്റ ടാസ്ക് പ്രവർത്തനവും മറികടന്ന് കമ്പ്യൂട്ടേഷണൽ പവറിൻ്റെ പുതിയ തലങ്ങൾ തുറക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സറാണ് അവർ കണ്ടെത്താൻ ശ്രമിച്ചത്. ഇത് ഗെയിമുകളെ മികച്ചതാക്കുക എന്നതിലുപരി കമ്പ്യൂട്ടറുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ രൂപപ്പെടുത്തുക കൂടി ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ആദ്യത്തെ ഉൽപ്പന്നമായിരുന്നു NV1. NV1ൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാകാത്ത ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിപണിയിലേക്കായിരുന്നു ഇവർ ചുവടുവെച്ചത്. 1995 പുറത്തിറങ്ങിയ ഇത് 2D 3D ഗ്രാഫിക്സുകളെ ഒരൊറ്റ ചിപ്പിൽ സംയോജിപ്പിക്കുകയും അത് പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന നൂതനമായൊരു വസ്തുവായിരുന്നുവെങ്കിലും വാണിജ്യപരമായി വിറ്റഴിക്കാൻ അത് പരാജയപ്പെട്ടു. പ്രധാനമായിട്ടും അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മുൻകൂട്ടി ചിന്തിക്കാൻ ലോകം തയ്യാറായിരുന്നില്ല എന്ന പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. മിക്ക സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്കും അന്നത്തെ സാങ്കേതിക വിദ്യയിൽ നിന്നും പുതിയ ചിപ്പിൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി. പല സ്റ്റാർട്ടപ്പുകൾക്കും അത്തരമൊരു പിഴവ് വന്നു കഴിഞ്ഞാൽ അത് തകർന്നു പോകാനാണ് സാധ്യത. പക്ഷേ എൻവിഡിയ ഒരു സാധാരണ സ്റ്റാർട്ടപ്പ് ആയിരുന്നില്ല. പരാജയം വിജയത്തിലേക്കുള്ള ചുവടുപടിയാണ് എന്നുള്ള രീതിയിൽ ഹുവാങ് കൂടുതൽ വിശ്വാസത്തിൽ പഠിക്കാനും ഗവേഷണം നടത്താനും ആരംഭിച്ചു. തൻ്റെ ഉൽപ്പന്നത്തെ പുനർരൂപകൽപ്പന ചെയ്തു. കൂടുതൽ കരുത്തനായി ഉയർന്നു വന്നു. 256 പുറത്തിറക്കിയതോടെയാണ് വഴിത്തിരിവ് സംഭവിക്കുന്നത്. ഈ ഉൽപ്പന്നം ലോകത്തിലെ ആദ്യത്തെ GPU എന്നാണ് വിളിക്കപ്പെടുന്നത്. ടാസ്കുകൾ തുടർച്ചയായി പ്രോസസ്സ് ചെയ്യുന്ന പരമ്പരാഗത CPUകളിൽ നിന്ന് വ്യത്യസ്തമായി GPU ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടേഷനുകളെ ഒരേ സമയം പൂർത്തിയാക്കാൻ കഴിയുന്ന സമാന്തരമായിട്ടുള്ള പ്രോസസ്സിംഗ് എന്ന മെത്തേഡാണ് ഉപയോഗിച്ചത്. ഇതൊരു സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള കണ്ടെത്തൽ മാത്രമായിരുന്നില്ല, എല്ലാവർക്കും കോപ്പി അടിക്കാൻ കഴിയുന്ന ഒരു വിദ്യ കൂടിയായിരുന്നു. പെട്ടെന്ന് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മുൻപ് അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങൾക്കും ഊർജം പകരാൻ ഈ ചിപ്പുകൾക്ക് സാധിച്ചു. വ്യവസായങ്ങളിൽ GPUവിൻ്റെ സാധ്യതകൾ തിരിച്ചറിയാനുള്ള പര്യവേഷണങ്ങൾ ആരംഭിച്ചു. എഞ്ചിനീയർമാരും മെഡിക്കൽ ഗവേഷകരും ഒക്കെ തന്നെ തങ്ങളുടെ ജോലി എളുപ്പമാക്കുന്നതിനും ദൃശ്യവൽക്കരിക്കുന്നതിനു വേണ്ടി ഈ ചിപ്പുകളടങ്ങിയ സാങ്കേതികവിദ്യ സ്വീകരിക്കാൻ ആരംഭിച്ചു. ഇത്തരം വിജയമുണ്ടായിട്ടും ജെൻസൻ ഹുവാങ് തൻ്റെ നേട്ടങ്ങളിൽ വിശ്രമിക്കാൻ തയ്യാറായിരുന്നില്ല.
ഗ്രാഫിക്സ് റെൻഡറിങ്ങിനപ്പുറം GPUകൾക്ക് ഇതുവരെ ഉപയോഗപ്പെടുത്താത്ത പല സാധ്യതകളിലും കടന്നു ചെല്ലാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 2000കളുടെ മധ്യത്തിൽ NVIDIA CUDA അഥവാ CUDA എന്ന ഒരു മെത്തേഡ് അവതരിപ്പിച്ചു. ഇത് പൊതുവായ കമ്പ്യൂട്ടിംഗ് ടാസ്കുകളെ കൈകാര്യം ചെയ്യാൻ GPUവിനെ അനുവദിക്കുന്ന വിപ്ലവകരമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു. പരമ്പരാഗത പ്രോസസ്സുകൾക്ക് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വൻതോതിലുള്ള ഡാറ്റ വിശകലനം ചെയ്യാനും സങ്കീർണമായ സിമുലേഷനുകൾ പോലുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാനും കഴിയുന്ന ബഹുമുഖ വർക്ക് ഫോഴ്സുകളായിരുന്നു CUDA GPUകൾക്കുണ്ടായിരുന്നത്. 2012 ഒരു സംഭവമാണ് ലോകം ഈയൊരു GPUകളെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ അലക്സ് ക്രിഷവ്സ്കി ഇമേജ്നെറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി ന്യൂറൽ നെറ്റ്വർക്കായ അലക്സിനെറ്റിനെ പരിശീലിപ്പിക്കാൻ NVIDIAയുടെ GPUകൾ ഉപയോഗിക്കാനായിട്ട് ആരംഭിച്ചു. ആദ്യമായി GPUകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ അപാരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയാണ് എന്ന് തെളിയിക്കുകയായിരുന്നു. പരമ്പരാഗതമായിട്ടുള്ള രീതികളെ മറികടക്കുകയും കൃത്രിമ ബുദ്ധി നവീകരണത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തുകൊണ്ടാണ് GPU ഈ മേഖലയിലേക്ക് പതിയെ ചുവടുവെപ്പിച്ചത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ GPUവിൻ്റെ നിർവചനം തന്നെ മാറാൻ ആരംഭിച്ചു. ഇത് വെറും ഒരു ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗവേഷണത്തിലും വികസനത്തിനുമുള്ള അടിസ്ഥാന ഉപകരണമായി മാറുകയാണ് എന്ന് NVIDIA തിരിച്ചറിഞ്ഞു. തുടർന്നുള്ള വർഷങ്ങളിൽ ഗെയിമിങ്ങിൻ്റെയും AIയുടെയും നട്ടെല്ലായി NVIDIA സ്വയം വളർന്നു വരികയായിരുന്നു. ഗെയിമിങ്ങിൽ അവരുടെ GPUകൾ ഡെവലപ്പർമാരെ കാഴ്ച കൊണ്ടുള്ള വിസ്മയങ്ങൾ തീർക്കാൻ സഹായിച്ചു. അത്യാധുനികവും യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കുന്ന അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഗെയിം ഗ്രാഫിക്സുകൾ വരാൻ തുടങ്ങി. 2016 NVIDIAയുടെ പാസ്കൽ ആർക്കിടെക്ചർ ഉപയോഗിച്ച് അവതരിപ്പിച്ച റേ ട്രേസിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ യഥാർത്ഥ ലോകത്തിൻ്റെ വെളിച്ചത്തിലുള്ള അതേ സ്വഭാവത്തെ അനുകരിച്ച് കമ്പ്യൂട്ടറിനകത്ത് വിർച്വലായിട്ടുള്ള യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ സാധിക്കുകയും അതിൽ നിന്ന് സത്യമേത് ഗ്രാഫിക്സ് ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളും ഗെയിമുകളും വരാനും ആരംഭിച്ചു. അതേസമയം AIയിൽ NVIDIA GPUകൾ ഗോൾഡ് സ്റ്റാൻഡേർഡായി മാറുകയായിരുന്നു. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, ഓട്ടോണമസ് വെഹിക്കിൾസ് എന്നിവയിൽ മുന്നേറ്റങ്ങൾ സാധ്യമായി. ഗൂഗിൾ, ടെസ്ല, ആമസോൺ തുടങ്ങിയ ഭീമൻ കമ്പനികൾ തങ്ങളുടെ ഏറ്റവും മഹത്തായ പദ്ധതികൾ, അതുപോലെ തന്നെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ നൂതനമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി NVIDIAയെ വൻതോതിൽ വാങ്ങിച്ചു കൂട്ടാനും ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങി. NVIDIA 50 സീരീസ് GPU അവതരിപ്പിച്ചതാണ് ഈ മേഖലയിലെ ഏറ്റവും നൂതനമായതും ഏറ്റവും പ്രധാനവുമായിട്ടുള്ളൊരു വാർത്ത. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ഈ 50 സീരീസ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. NVIDIAയുടെ GeForce RTX തുടങ്ങിയ സീരീസിൽപ്പെട്ട പല പ്രോസസ്സറുകളും GPU പ്രോസസ്സറുകളും ഉണ്ട്. ഇതിൽ 30 സീരീസ് ഉണ്ട്, 40 സീരീസ് ഉണ്ട്. പുതിയതായിട്ട് ഇറങ്ങിയതാണ് 50 സീരീസ്. എൻ്റെ കമ്പ്യൂട്ടറിലിരിക്കുന്നത് NVIDIA GeForceൻ്റെ 3070 എന്നറിയപ്പെടുന്ന 6GB ഗ്രാഫിക്സ് ആണ്. എന്നാൽ ഇപ്പോൾ ഇത് 5090 RTX സീരീസ് വരെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ കാർഡുകളെക്കുറിച്ചുള്ള പ്രത്യേകത. അപ്പോൾ ബ്ലാക്ക്ബെൽ എന്ന നൂതനമായ ആർക്കിടെക്ചറിൻ്റെ കരുത്തിലാണ് മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള പ്രകടനവുമായി NVIDIA പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. വെറും ഗെയിമിംഗ് മാത്രമല്ല, AI ഉപയോഗിച്ചുകൊണ്ടുള്ള വിസ്മയങ്ങൾ തീർക്കുന്ന സമയത്ത് ഈ കാർഡുകൾക്ക് വളരെ വ്യത്യസ്തപരമായിട്ടുള്ള DLSS4 അഥവാ ഡീപ്പ് ലേണിംഗ് സൂപ്പർ സാമ്പിളിംഗ് എന്ന മെത്തേഡ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കുറഞ്ഞ പിക്സലുകളിൽ നിന്ന് കൂടുതൽ ഫ്രെയിമുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഗെയിമുകളെ കൂടുതൽ സുഗമവും മനോഹരവും 4Kയും 8Kയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഇത്തരം ഗ്രാഫിക്സ് കാർഡുകൾക്ക് സാധിക്കും. RTX ന്യൂറൽ ഷേഡറുകളാകട്ടെ സങ്കീർണമായ 3D മോഡലുകൾക്ക് ശക്തമായിട്ടുള്ള ജീവൻ നൽകുകയും ഒറിജിനലാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവ ക്രാഫ്റ്റ് ചെയ്യുകയും ചെയ്യും. AIയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ RTX 5070 എന്ന താരതമ്യേന വില കുറഞ്ഞ കാർഡിനെ പോലും മുൻനിര മോഡലായിട്ടുള്ള RTX 4090 കിടപിടിക്കാൻ പ്രാപ്തരാക്കുന്നുണ്ട്. AIയുടെ എഞ്ചിൻ എന്നാണ് NVIDIAയുടെ CEO ജെൻസൻ ഹുവാങ് ബ്ലാക്ക്ബെൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന ടെക്നോളജിയെ വിശേഷിപ്പിച്ചത്. ഈ സാങ്കേതിക മുന്നേറ്റം ഗെയിമിംഗ് വ്യവസായത്തെ മാത്രമല്ല, സിനിമ, ഡിസൈൻ, ശാസ്ത്ര ഗവേഷണം തുടങ്ങിയ നിരവധി മേഖലകളെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. NVIDIAയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും അതൊരു വമ്പൻ ഭീമനാണ്, മറ്റ് ശത്രുക്കളൊന്നുമില്ലാതെ അങ്ങ് വാണ് കിടക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അപ്പർ ഹാൻഡ് ഉണ്ട്, പക്ഷേ എതിരാളികളില്ല എന്നല്ല. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന CPU എന്ന് പറയുന്നത് i7 ആണ്, ഇൻ്റലിൻ്റെ. അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് AMD അല്ലെങ്കിൽ റൈസൻ്റെ പ്രോസസ്സറുകളുമുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സറുകൾ ഉണ്ടാക്കുന്ന കമ്പനികളും NVIDIAയുടെ എതിരാളികളായി പ്രവർത്തിക്കുന്നുണ്ട്. AMD, ഇൻ്റൽ എന്നിവരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കമ്പനികൾ. AMD അവരുടെ റേഡിയോൺ സീരീസിൽപ്പെട്ട GPUകൾക്ക് പേര് കേട്ടതാണ്. അവ NVIDIAയുടെ ഉൽപ്പന്നങ്ങളുമായി കടുത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അടുത്ത കാലത്തായി ഇൻ്റൽ അവരുടെ ആർക്ക് സീരീസിൽപ്പെട്ട GPUകളും
രംഗപ്രവേശനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ ആർക്ക് സീരീസിൽപ്പെട്ട ഇൻ്റലിൻ്റെ GPUകളുള്ള ലാപ്ടോപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വിപണി വിഹിതം നേടാനായിട്ടുള്ള വളരെ വലിയ പരിശ്രമമാണ് AMDയുടെ ഭാഗത്തു നിന്നും ഇൻ്റലിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്നുള്ളത് ഉപഭോക്താക്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം കൂടുതൽ നൂതനവും എന്നാൽ താങ്ങാനാകുന്ന വിലയിലുമുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ നിലവിലെ GPU വിപണിയിൽ NVIDIAയ്ക്കാണ് ആധിപത്യം. വിപണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിപണിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന GPUകളിൽ 80% NVIDIAയുടെ GPU ആണ് എന്ന് കാണാൻ കഴിയും. അതിലൂടെ NVIDIAയുടെ വളർച്ച അമ്പരപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. 2023 ജൂൺ 13 NVIDIAയുടെ വിപണി മൂല്യം $3.34 ട്രില്യൺ എത്തുകയും പ്രധാനപ്പെട്ട കമ്പനികളായ ആപ്പിൾ, ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ് എന്നിവയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയായി മാറുകയും ചെയ്തു. ഈ നേട്ടത്തിന് പിന്നിൽ ചില പ്രധാന ഘടകങ്ങളുണ്ട്. GPU വിപണിയിലെ ആധിപത്യം തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ കഴിയുന്നത്. 2, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുന്നേറ്റം, മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷനുകൾ എന്നിവയ്ക്ക് കരുത്ത് പകരുന്നത് NVIDIA GPUകളാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ക്രിപ്റ്റോ കറൻസികൾ ഏറ്റവും കൂടുതൽ മൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നതും ഗ്രാഫിക്സ് കാർഡുകളാണ്. പ്രത്യേകിച്ച് ബിറ്റ്കോയിൻ മൈനിങ്ങിനൊക്കെ തന്നെ വൻതോതിൽ ഗ്രാഫിക്സ് കാർഡുകൾ വാങ്ങിക്കൂട്ടുകയും അതിൻ്റെ സഹായത്തോടു കൂടി ബിറ്റ്കോയിൻ മൈനിങ് നടത്തുകയും ചെയ്യുന്ന വലിയ വലിയ ഗാരേജുകൾ തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കാലത്ത്, അതായത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാഫിക്സ് കാർഡുകൾക്ക് വലിയ തോതിലുള്ള ഒരു ക്ഷാമം ഉണ്ടാവുകയും അത് വിപണിയെ വൻതോതിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇതിനേക്കാൾ ഉപരി NVIDIA തുടർച്ചയായി മികച്ച രീതിയിലുള്ള സാമ്പത്തിക റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ എക്കണോമിക്കൽ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് നിക്ഷേപകർക്ക് ആശ്വാസം വർദ്ധിപ്പിക്കുകയും അവരുടെ ഷെയർ ഉയർത്തി നിർത്തുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ജെൻസൺ ഹുവാങ് എന്ന് പറയുന്ന സ്ഥാപകനും ഇപ്പോഴത്തെ CEOയുടെ ദീർഘവീക്ഷണം വളരെ വലുതാണ്. തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാനും NVIDIAയുടെ പുതിയ പ്രോഡക്റ്റുകൾ വിജയകരമായ രീതിയിൽ തൻ്റെ ബ്രാൻഡിങ്ങിലൂടെ അവതരിപ്പിക്കാനും അതിലൂടെ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും മൊത്തത്തിൽ ഡിജിറ്റൽ വേൾഡിലും അപ്പർ ഹാൻഡ് നേടാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പണ്ട് ആപ്പിൾ എന്ത് സാങ്കേതിക വിദ്യയാണോ ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് ഇപ്പോൾ ജെൻസൺ ഹുവാങ് ഉപയോഗിക്കുന്നത് എന്ന് കാണാം. തൻ്റെ ഐക്കണിക് ലെതർ ജാക്കറ്റുകളും ചലനാത്മകമായ അവതരണവും വളരെ രസകരമായിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ തന്നെ ഹുവാങ്ങിൻ്റെ വ്യക്തിത്വത്തെ മികച്ച രീതിയിൽ ബ്രാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ഒരു CEO മാത്രമല്ല, ഒരു ദാർശനികനാണ്. അദ്ദേഹത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതിരുകൾ മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. മികവിന് വേണ്ടി അദ്ദേഹം നിരന്തരമായ പരിശ്രമം നടത്തുകയും ഗവേഷണത്തിന് വൻതോതിൽ തുക ചെലവാക്കുകയും ചെയ്യുന്നുണ്ട്. സിലിക്കൺ വാലിയിലെ ഒരു സ്വീകരണ മുറിയിൽ ചെറിയൊരു സ്റ്റാർട്ടപ്പായി ആരംഭിച്ചപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കമ്പനിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള GPU വിപണിയിൽ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിലാഷങ്ങൾ ഗെയിമിങ്ങിനപ്പുറത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, എഡ്ജ് AI, മെറ്റാവേഴ്സ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ പരിവേഷണം ചെയ്തുകൊണ്ട് അവർ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തുന്നുണ്ട്. NVIDIAയുടെ GPUകൾ കേവലം ഉപകരണങ്ങൾ മാത്രമല്ല, അത് ഭാവിയുടെ ബിസിനസ്സിൻ്റെയും ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിലൂടെ ആ കമ്പനിക്ക് ലോകത്തെ പുനർനിർവചിക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.